ചാരു ആ പവി എന്താടാ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടില്ലായിരുന്നോ? ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ലായിരുന്നു വാട്സപ്പിൽ. ഞാൻ വിട്ടോടാ. എന്തൊന്ന് വിട്ടുപോയെന്ന്? ഞാൻ ഇന്നലെ 11:35 നിനക്ക് മെസ്സേജ് അയച്ചു. നീ 15:36 അത് സീൻ ചെയ്ത്. സാധാരണ 11:45 നീ തിരിച്ച് റിപ്ലൈ അയക്കുന്നുണ്ട്. ഇന്നലെ റിപ്ലൈ വന്നില്ല. എന്തുകൊണ്ട്? ഒന്നുമില്ല. എന്തോ ഉണ്ട്, കാര്യമായിട്ടുണ്ട്. ഒന്നുമില്ലെന്നല്ല, കാര്യം പറ. എടാ, അമ്മാവന് നമ്മുടെ റിലേഷൻഷിപ്പ് താല്പര്യമില്ല. അതിന് അമ്മാവന്റെ താല്പര്യം കാര്യം നോക്കണത്. എനിക്ക് അമ്മാവന്റെ താല്പര്യം നോക്കിയേ പറ്റൂ. അതിനാവശ്യം എന്ത്? എടാ, അമ്മാവൻ മാത്രമേ എനിക്കുള്ളൂ. എന്ത് പറഞ്ഞു വരുന്നത്? പറ. എന്തോ പറഞ്ഞു വരുന്നത്? അമ്മാവൻ പറയാതെ കേട്ടോണ്ട് മറ്റേ ടെക്നോ പാർക്കിലുള്ള അവനെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയാണോ? കാര്യമായിട്ട് ഞാൻ ചോദിക്കാണ്, പറ. ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പരിപാടി ഒന്നും ചെയ്യണ്ട, ഐ മീൻ റിലേഷൻഷിപ്പിലൊന്നും ആവണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേറെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റൂല. കാര്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണം കേട്ടാ. ഞാൻ അമ്മാവൻ കൊമ്മാനെന്ന് പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വരില്ല. എടാ, എനിക്ക് നല്ല തലവേനടാ, നമുക്ക് പിന്നെ സംസാരിക്കാം പ്ലീസ്. പിന്നെ ഇപ്പം സംസാരിക്കാം. ഞാൻ പോട്ടടാ പ്ലീസ്. മെസ്സേജിനെങ്കിലും റിപ്ലൈ അയക്കി. ഞാൻ നോക്കാം. ഞാൻ ഇന്ന് ഫോണിൽ ഞാൻ അയക്കാം. അവൻ തണ്ടി മാറി എനിക്കിട്ട് പണി പണിയല്ലേ, കൊല്ലും ഞാൻ വന്നേ. ചേച്ചി കൂടുതൽ സംസാരിക്കല്ലേ. ഇത് ചേച്ചിയുടെ വീടാണോ? അല്ല, പിന്നെ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതൊക്കെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചോളാം. എന്നെ ചുമ്മാ ദേഷ്യം എടുക്കില്ല, ഞാൻ ഇതിനൊക്കെ വലിച്ചെറിയൂ. എന്തുവാടി, കണ്ണില്ലേ മുഖത്ത്? നിന്റെ മുഖത്ത് എന്താ വല്ല കുന്നിക്കൂരുവാണ് കയറിയിരിക്കുന്നല്ലോ. വന്ന് കേറിയതാ മാരണം. റൂമിലോട്ട് കേറുമ്പം അറിഞ്ഞൂടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഇടിച്ചിട്ട് തോന്നിയ ദിവസം പറയല്ലേ കേട്ടാ. ഞാൻ എന്ത് തോന്നിയ ദിവസം പറഞ്ഞത്? എനിക്ക് എന്റെ മുറി ഒന്നും ഉലാത്തനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഈ വീട്ടില്. അതെ, എനിക്ക് എന്റെ റൂം ഇത്, എനിക്ക് കയറിയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നിന്റെ റൂമോ? കൂടെ റൂമിൽ വേറെ ആൾക്കാർ എന്നുള്ള ബോധം വേണം. ആ ബോധം നിനക്കും വേണം. അല്ല, ചുമ്മാ ഹൈവേ കൂടെ പട്ടി പൂജ നടക്കണ പോലെ നടക്കാൻ നിൽക്കരുത്. ആരെടി നീ പട്ടി വിളിച്ചേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞാൽ നിന്റെ സാമ്പിൾ പോലും പിന്നെ ആർക്കും കാണത്തില്ല കേട്ടല്ലോ. വന്നതാ വിശാശി, മറിച്ചൊന്നും ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല. ചാരു, ഇത് എങ്ങോട്ട് പോവാ? ഞാനേ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പോവാ, അല്ലാണ്ട് ഇവിടെ നിന്ന് എനിക്ക് സമാധാനം കിട്ടുമോ? നീ പറഞ്ഞത് 100% കറക്റ്റാ ചാരു. ഈ മാരണങ്ങളെ എല്ലാം ഇവിടുന്ന് ഇറക്കി വിട്ട് ഒരു ചാണകവളം കൂടി തടിച്ചാ നമുക്ക് സമാധാനം കിട്ടും. സത്യം പറയാലോ. നിന്റെ ഈ വൃത്തിയായിട്ട് മെന്റാലിറ്റി ആദ്യം നിർത്ത്. നിനക്ക് ഇവിടെയുള്ള എല്ലാരും ഒഴിച്ചു വിടണം. എന്നെ സുഖമായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കണം. അതാണ് മനസ്സിലിപ്പ്. അങ്ങനെ തന്നെ എന്റെ മനസ്സിലിപ്പ്. എന്തേ അങ്ങനെയാണ് പൊന്നുപോളൊരു കാര്യം, സ്വന്തം ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസമാണ്. അതെ, രണ്ടുപേരും കൂടെ ഒന്ന് നിർത്തോ, മിണ്ടായിരിക്കോ? ഇവിടെ വായേട്ട എങ്ങനെ മിണ്ടായിരിക്കണം ചാരു? എന്നാ ഞാൻ പറയണ ഒരു കാര്യം ഒന്ന് കേൾക്കാൻ പറ്റുമോ രണ്ടുപേർക്കും പ്ലീസ്? എന്ത്? ദൈവത്തോർത്ത് രണ്ടുപേരും കൂടി പരസ്പരം കാണുന്ന രീതിയിൽ നടക്കായിരിക്കും. അതെങ്ങനെ പറ്റും? 24 മണിക്കൂറും കോഴി മുട്ട അടയിരിക്കുന്ന പോലെ ഇവള് ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത്. എന്റെ പൊന്നു ചാരു, ഞാൻ കുറച്ചു മുമ്പ് കൂടെ കയറി വന്നത്. ഇത് കള്ളത്തര അവള് പറയണോ നോക്കിയേ. ഇറങ്ങിപ്പോടി. അത് പിന്നെ ഞാൻ പോകുന്നില്ല. പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്. എന്ത്? അല്ല, അവളെ ഒരു ഡോസ് കൊടുത്ത് ഇറക്കി കിട്ടി. ഓ, ഞാൻ വലിയ ഡോസ് കൊടുത്തൊന്നുമല്ല, എന്തോ ഭാഗ്യത്തിന് അവള് കേട്ടു, അത് തന്നെ വലിയ കാര്യം. അതെ, എന്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അവള് വിറച്ചേനെ എല്ലാം ഞാൻ ബോംബെയിൽ വെച്ചിട്ട് പോന്നോണ്ടാണ്. നിനക്കറിയാത്? അവളെന്തോ ഭാഗ്യത്തിന് ക്ഷമിച്ച്, അല്ലെങ്കിൽ നിന്നെ നീ അറിയാണ്ട് തന്നെ അങ്ങ് ബോംബെയിൽ എത്തിച്ചേനായിരുന്നു. കേട്ടല്ല, അല്ലെ ബോംബെക്കാരി വന്നേക്കും. അല്ലെ ചാരു, ജോ ജീത്തായ വോഹേ സിക്കന്ദർ. If the debit of purposeful dedication under the section 24 exceeds the annual value of the property, there will be a loss for the property. This loss can be set off against the income from any other further rules are to be observed if the amount ultimately recovered on any such. കുട്ടി ഒന്ന് പതുക്കെ വായിക്കും. എന്തൊരു ശബ്ദമാണ് ഇത്? എനിക്ക് ഇങ്ങനെ വായിച്ചാലേ തലേ കയറത്തുള്ളൂ. അപ്പൊ എനിക്ക് പഠിക്കണ്ടേ? അതിന് ഇയാളോട് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇത് എന്ത് കഷ്ടമാണ്. എനിക്ക് മറ്റന്നാ എക്സാം ആണ്, ഒന്ന് കുറച്ച് സൗണ്ട് കുറച്ച് പഠിക്കുക. എനിക്കുണ്ട്, നാളെ കഴിഞ്ഞ എക്സാം എനിക്ക്. എന്നാലേ ആ പറമ്പിൽ എങ്ങനെ പോയിരുന്നു പഠിക്കാൻ നോക്ക്. എന്നിട്ട് വേണം എന്റെ തലേ വല്ല തേങ്ങ വീഴാൻ. എനിക്കങ്ങ് വയ്യ. ഇയാൾ വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാൻ അങ്ങോട്ട്. കുട്ടി എന്താ കുട്ടി ഇങ്ങനെ? കുട്ടി എന്താ കുട്ടി ഇങ്ങനെ? ഇങ്ങനെ പോയാലേ എനിക്കിത് വട്ടാവും. നിനക്കൊരു കാര്യം, ഞാൻ കോടീശ്വരന്റെ ഒരേ ഒരു മോളാ. ഞാൻ വിചാരിച്ചല്ലേ എനിക്ക് ഈ വീട് തന്നെ വിലക്ക് വാങ്ങാൻ പറ്റും. വാങ്ങിച്ചോ? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഞാനെങ്ങനെ ഈ വീട് വാങ്ങിച്ചാ നെക്സ്റ്റ് സെക്കൻഡിൽ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കും. ആയിക്കോ, എനിക്ക് ഒരു പരാതിയില്ല. ആട്ടെ,
എപ്പോഴാ കൊച്ചു വീട് വാങ്ങിക്കാൻ പോകുന്നത്? ഉടനെ തന്നെ മേടിച്ച ഉടനെ നിന്നെ ഞാൻ ഫസ്റ്റ് അടിച്ചിറക്കി വിടന്നു. ഇയാളുടെ അച്ഛന്റെ എന്റെ അച്ഛനെ പറഞ്ഞല്ലോ. അയ്യോ അച്ഛനെ പറഞ്ഞതല്ല, ഒരു കാര്യം പറഞ്ഞതാ. അതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞാൻ. പറ. ഇയാളുടെ അച്ഛന്റെ കുറെ പൈസ ഉള്ളതുകൊണ്ട് ഇതല്ല ഇതേപോലെ കുറെ വീട് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്റെ അച്ഛൻ വളരെ പാവപ്പെട്ട ഒരാളാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. ഓരോ മാരണങ്ങളെ കേട്ടിക്കൊണ്ട് വന്നു. എന്ത് ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കണേ? അത് പിന്നെ അമ്മാവ, ഞാൻ അവളുടെ അടുത്ത് ഒരു സോറി പറയാൻ വേണ്ടി വന്നതാ. സോറി പറയാ? എന്നിട്ട് പറഞ്ഞാ? ഇല്ല, അവളെന്താ തിരക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ പറയാം. അയ്യ അത് വേണ്ട, അത് വേണ്ട. ഈ സോറി ഒക്കെ പറയാൻ വന്നത് അപ്പൊ തന്നെ പറയണം. നല്ല കാര്യങ്ങൾ അപ്പോഴപ്പോഴേ ചെയ്യണമെന്നാണ്. വാ, ആ കൊച്ചിന് സന്തോഷാവുമെന്ന്. ഇങ്ങോട്ട്. അയ്യോ ഇതെന്തോന്ന്? കൊച്ചേ എന്തോന്ന് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് അറിയാ? അത് ദഹിക്കാൻ വേണ്ടിയാണ് ഈ വർക്കൗട്ട് ചെയ്യണത്. ദഹിക്കാൻ വേണ്ടിയാ? ആ അമ്മാവ, ഇങ്ങനെ ചെയ്താല് നമുക്ക് ദഹിക്കും. അമ്മാവ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇങ്ങനെ ചെയ്താൽ മുടി വളരും അമ്മാവ. ചുമ്മാ കള്ളം പറയാതെ. ഞാൻ ഇതുവരെ കാട്ടിട്ടില്ല. ചുമ്മാ പറയാതെ. അയ്യോ സത്യം. സത്യമായിട്ട് വളരുമോ? സത്യം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചെയ്യാം. ഈ അമ്മാവന്റെ കാര്യം, അവക്കോ മുഴുത്ത വെട്ട്. അവളുടെ കൂടെ അമ്മാവനും കൂടെ പോവാൻ പോന്നോ? എന്റെ അമ്മാവ ഇവക്ക് ലോകവിവരം ഇല്ലാത്തോണ്ടാ. ഏറ്റവും കൂടി മുടി വരുന്ന ആൾ ആർക്കെന്ന് അമ്മാവൻ അറിയാവോ? അത് ബാബു തന്നെ. എനിക്ക് ബാബു ആന്റണിയാ. കണ്ടിട്ടില്ലേ മോള്? പഴയ സിനിമ ഇത്ര അതല്ല അമ്മാവ. പിന്നെ നല്ല രോമം വരുന്നത് ആർക്കാ? അതില് പറഞ്ഞ ബാബു തന്നെ എനിക്കെന്ന്. കാട്ടില് കരടിക്ക്. അമ്മാവൻ കേട്ടില്ലേ? കരടി രോമം, കരടി രോമം. അത് കേട്ടിട്ടുണ്ട്. ആ കരടി കാട്ടിക്കൂടെ ഇങ്ങനെ കിടന്ന് ഉരുണ്ടിട്ടാണ് കരടിക്ക് രോമം എല്ലാം വരുന്നത്. എന്നൊരു കാര്യം ചെയ്യ്, നീ കാട്ടിലങ്ങനെ പോയി തല കുത്തി മാറി ചെല്ല് പോ. അമ്മാവനെതിരെ ഇവളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ അത് പറയാൻ മറന്നുപോയി. അതെ അവന്തിമൊക്കെ മോളെടുത്ത് സോറി പറയണോ? സോറിയോ? ഞാനെന്തിനാ ഇവിടെ അടുത്തൊക്കെ സോറി പറയുന്നത്? അവള് വേണമെങ്കിൽ എന്റെ അടുത്തൊന്ന് സോറി പറയട്ടെ. സോറി പറയാൻ പറ്റി ചടുക്ക് കണ്ടാച്ചാലും മതി. അല്ല മാവ, ഞാനെന്തിനാ അവളോട് സോറി പറയണേ? എനിക്കെങ്ങനെ അറിയാം? പിന്നെന്തിനാ അവളിപ്പോ ഇങ്ങോട്ട് വന്നത്? അത് മോളെ മോളുടെ അടുത്ത് സോറി പറയണമെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്നിട്ട് അവള് പറഞ്ഞില്ലല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മോള് നേരത്തെ പറഞ്ഞില്ലേ ഈ തലകുത്തി മറിഞ്ഞ രോഗം വരുമെന്ന്? ഉള്ള സത്യം തന്നെ. ഞാൻ വർക്കൗട്ട് തണുക്കൊക്കെ അമ്മാവൻ തലകുത്തി മറിയുവാണെങ്കിൽ അമ്മാവന്റെ കാര്യം ക്ലോസ് ആണ്. പിന്നെ മുടിയുടെ ആവശ്യം വരത്തില്ലല്ലോ. കൊള്ളാം, നന്നായിരിക്കണം. ശരി ഓക്കെ ശരി. ശരി ശരി. ആ പിങ്കിയും രമ്യയും തമ്മിൽ വഴക്കാണ്. ആ മുടിച്ച് സ്റ്റെഫി ഉണ്ടല്ലോ, അവളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതുങ്ങളെ മൂന്നിനെ കൂടെ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണേ. എന്റെ ഭഗവാനെ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ, അല്ലാതെ ശരിയാവത്തില്ല. അങ്ങനെ സഹിക്കുന്നുണ്ട്. നീ എപ്പോ വന്നാ? നീ ഇപ്പൊ എന്തോ കുറ്റം പറഞ്ഞിട്ടിരുന്നില്ലേ ആ സമയത്തുണ്ട്? ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടോ? അങ്ങനെ വേറൊരാൾ പറഞ്ഞോണ്ട് കേട്ടോണ്ടിരിക്കാൻ സ്വഭാവമായിരിക്കില്ല. നല്ല കുട്ടി. അല്ല നീ എന്തിനാ ഇവിടെ? എന്താ നിനക്കൂടെ കാര്യം? ഞാനിവിടെ ചുമ്മാ. നീ എന്തോന്നാ പറഞ്ഞു പോയിരുന്നു? അതെ, നിന്റെ അടുത്ത് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല കേട്ടോ. നിൽക്കുന്നു. പറയാൻ പറ്റിയ കാര്യമില്ല. ശരി, അത് വിട്. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നിന്റെ കുമ്മാവനില്ലേ? ഏത് കുമ്മാവൻ? നിന്റെ മൊട്ടത്തിലെ അമ്മാവൻ. അമ്മാവൻ? അങ്ങയുടെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനും ചാരുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് കയറി നിൽക്കരുത്. ഞാനിതിന് നിങ്ങളുടെ ഒരു അമ്മാവന്റെ ഇതിൽ പറയുന്നത് എനിക്കൊരു ജോലിയില്ലയോ? നിനക്ക് വേറെ ജോലിയില്ല. അങ്ങനല്ല, അങ്ങനത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നീ പറഞ്ഞാലേ അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട. ഇങ്ങനെ നടുക്ക് കയറി നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. നീ സോറി എല്ലാം തെറ്റി. അങ്ങേര് കാരണം അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല. ഇപ്പം കണക്കായി പോയെന്നാ? അതൊരു കണക്കായി പോയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാക്കാൻ അങ്ങേരത്. ഇവിടെ പോയി നിനക്ക് എന്താടാ പ്രശ്നം? അവളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ. ഞാനില്ലാതെ അവൾ എങ്ങനെ നന്നായി ജീവിക്കും? ഞാൻ വേണം അവളുടെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ. നീ പറഞ്ഞ മനസ്സിലാക്കിയത് കേട്ടാ? അല്ല, ഇപ്പൊ അമ്മാന്റെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. ആലോചിക്കട്ടെ, പറയാൻ പറ്റൂല്ലോ. അമ്മാവൻ അവക്ക് നല്ല പ്രപ്പോസൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ ചെറുക്കൻ, നല്ല കാണാൻ സുന്ദരൻ, നല്ല ജോലി, നല്ല ശമ്പളം. അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടെന്ന്. അവൾ അങ്ങനെ രക്ഷപ്പെടണ്ട. അങ്ങനെയൊക്കെ ടെക്നോ പാർക്ക് തന്നെ കെട്ടിപ്പോകാൻ പറ്റത്തില്ല.
ഇവിടെ പവി നിനക്ക് ജോലിയും കൂലി ഇല്ലാത്തോണ്ടല്ലേ അമ്മ നമുക്ക് നല്ലൊരു ചെറുക്കനെ കൊണ്ടുവന്നത്. ആര് പറഞ്ഞ എനിക്ക് ജോലിയും കൂലിയില്ലെന്ന്? നല്ല ജോലി കൊണ്ട് ആവശ്യത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. നിന്റെ ശാമണ്ണ പോലല്ലോ കേട്ടോ. ശ്യാമിന് പറഞ്ഞല്ലോ അവന് നല്ല ബിസിനസ് ഒക്കെ ഉണ്ട് കേട്ടല്ലോ. അതിനേക്കാളും വലിയ ജോലി ഉണ്ട് എനിക്ക്. നീ അത് വിട്. നീ അമ്മാവന്റെ അടുത്ത് കാര്യം പറയൂ. എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. നിന്റെ കാര്യം അമ്മാവിന്റെ അടുത്ത് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല വെച്ചാൽ പറയാൻ പറ്റത്തില്ല. അതെ ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. തിരിച്ച് നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? എന്തോന്നു? എടാ പവി, ഇവിടെ കുറെ വേസ്റ്റുകൾ വന്ന് കയറി കിടപ്പുണ്ട്. അതിന് എല്ലാം ഇവിടെ നിന്ന് എനിക്ക് ഇറക്കി വിടണം. നീ രാത്രി ഒരു പ്രേതമായിട്ട് വന്ന് അവളുമാരെ ഒന്ന് പേടിപ്പിച്ച് ഇറക്കി വിടാൻ പറ്റുമോ? എന്നിട്ട് വേണം അവൾമാർ ഇടി ഞാൻ കൊള്ളാം അല്ലേ? അവളുമാർ എന്തിനാ നിന്നെ ഇടിക്കുന്നത്? പിന്നെ അല്ലാതെ ഞാൻ വരുമ്പോ ഞാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ടിരിക്കില്ല അവന്മാര്. എടാ പൊട്ടാ, അവളുമാര് പേടിക്കുന്ന രീതി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര കാണാൻ കൊള്ളാത്ത രീതിയിൽ പ്രേതമായിട്ട് വന്ന് വേണം പേടിപ്പിക്കാൻ. ചുമ്മാ പോയാണ് നീ. അവൾമാർ 1 or 2 വല്ലതും എടുത്തിട്ട് അടിക്കും. ഒന്നാമത് ഞാൻ 18 ആൾക്കാരും. ഉറപ്പാണല്ലോ? നടക്കൂല. എന്നാ 18കാരൻ ഇവിടെ നിന്ന് കേട്ടോ. ചാരു ഞങ്ങൾ മറന്നേക്ക്. ഞാൻ അവളെ ദേഷ്യപ്പെടല്ലേ, കാര്യം പറഞ്ഞിട്ട് വരെയല്ലേ. എന്താണ് വേണ്ടത്? നീ അവളുമാരെ ഇവിടുന്ന് പേടിപ്പിച്ച് ഇറക്കി വിടണം. പേടിപ്പിച്ചിറക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചാരുന്റെ കാര്യം സെറ്റ് ആക്കി തരുമോ? ചാരുന്റെ കാര്യം സെറ്റാക്കുന്ന കാര്യം ഏറ്റു. ഏക്കണം ഏറ്റു. ഏതെങ്കിലും ഇത് ഞാൻ നോക്കാം. നോക്കുമല്ലോ. പക്ഷെ എന്റെ സേഫ്റ്റി നീ നോക്കിക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളുമാർ ഒരുവിധം പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണേ. എന്താടാ? അല്ല, ഞാൻ ദീർഘനിശ്വാസം ഇട്ടു നോക്കാം. ശരി, എന്നാ എല്ലാം സെറ്റ് ആയിട്ട് വരണേ. ഓക്കെ, ഇപ്പോഴേ പോയി എല്ലാം മേക്കപ്പ് ഒക്കെ തുടങ്ങിക്കോ. സമയം ഉയ്യും മറ്റേ സെറ്റാക്കി ചെറുക്ക സെറ്റാക്ക. നീ പോന്ന്. എന്റെ ഈശ്വര, നീ ഇത്ര പെട്ടെന്ന് വഴി കാണിച്ചു തന്നല്ലോ. ആരായിരുന്നു പേടിപ്പിക്കേണ്ടത്? പേടിപ്പിക്കേണ്ട 2 പേരായിരുന്നു. നീ പിന്നെ എന്താണ് എല്ലാം ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയത്? ഞാൻ പെട്ടെന്ന് പേര് വയ്ക്കാൻ പറ്റൂ. ആരേക്കായിരുന്നു? ഒന്ന് രമ്യ, ഇപ്പൊ പുതിയായിട്ട് വന്നേ. പിന്നെ മുടിച്ചി, മറ്റേ കവളുള്ള. പിന്നെ മുടിച്ചി. ഈ 2 പേര്. അവളുണ്ടല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കൂടെ നിന്നെ ഇവിടെ പേടിപ്പിച്ചാലോ? വേണ്ടല്ലേ? കൂട്ടുകാരാ. ഈശ്വര, ഇവൻ കൊളവാക്കോ? ഞാൻ എല്ലാം സെറ്റാക്കട്ടെ. ഹലോ, ഇതെവിടെയാണ്? ഇന്നത്തെ ദിവസം കണ്ടതേ ഇല്ലല്ലോ. ഒന്നും പറയണ്ട, എനിക്ക് നാളെ കഴിഞ്ഞ എക്സാമോ. ഞാനാണെങ്കിൽ ഒരു കുന്തവും പഠിച്ചിട്ടുമില്ല. എക്സാം ആയിട്ടാണല്ലോ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഞാൻ നടന്ന് എന്നെ തന്നെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുമല്ലോ സ്റ്റെഫി. എന്തിനാ അത്ര ടെൻഷൻ? ടേക്ക് ഇറ്റ് ഈസി മാൻ. ആ പെണ്ണില്ലേ, ആ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുക. ആര്? അവന്തിയാ? അവന്തിയല്ലേ ഇപ്പോഴത്തെ കേറി വന്നില്ലേ രമ്യ, അവളാണെങ്കിൽ ആ റൂമിലിരുന്ന് ഭയങ്കര ശബ്ദത്തിലാണ് പഠിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും പഠിക്കാനും പറ്റുന്നില്ല. അല്ലേ തന്നെ എന്താണ് കഷ്ടപ്പെട്ട് പഠിക്കണേ? വല്ല തുണ്ട് വെച്ചങ്ങ് പാസ്സാണോ? ബെസ്റ്റ്. ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ തുണ്ടെന്ന് വെച്ച് പാസ് ചെയ്യാറില്ല. നന്നായിട്ട് പഠിച്ചായിട്ടാ ചെയ്യുന്നത്. എന്നാ പിന്നെ പോയിരുന്ന് പഠിക്ക്. അല്ല, ഇയാള് റൂമിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അതെ. എന്നാ പിന്നെ ആ കുട്ടീനെ കൊടുന്ന് അക്കോമഡേഷൻ ചെയ്തൂടെ? സോറി മാം, എനിക്ക് എന്റെ പ്രൈവസി ഉള്ളത് തീരെ ഇഷ്ടമല്ല. ഈ വീട്ടിലെല്ലാവരും സെൽഫിഷാ. എന്ത് കഷ്ടമാണ്. ഓ മാറങ്ങോട്ടാ ഇങ്ങോട്ടാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ടായിരുന്നു. ആ കുട്ടി എന്താ ചേച്ചിയോട് പറഞ്ഞോണ്ടിരുന്നേ? അവിടെ കേട്ടത് ഇവിടെ പറയണ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്നാലും ഞാൻ പറയാം, നീ നല്ല കബൂർ പെൺകുറ്റാണ്. കബൂർ കുട്ടിയോ എന്ന് വെച്ചാ? കബൂർ എന്ന് വെച്ചാ കൂതറ. ആഹാ, എന്നാ അവളാണ് കുക്കൂതറ. 2 തെണ്ടികൾ ഇവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. ഇപ്പൊ തന്നെ പണി കൊടുക്കാം. ഹലോ. അയ്യോ, അവന്റെ പ്രേതം എന്നാ വരുന്നത്? ആ ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? ഇന്നിവിടെ പ്രേതം വരുമെന്നല്ലേ? ശരിക്കും വരുമോ? ആർക്കറിയാം. അങ്കിളെന്താ ഈ കൊലത്തി? ആർക്കറിയാം. അതെ, ഇത് കയ്യിലിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല.
ഇതെന്താ ഇത്? ഇതൊരു യന്ത്രം. യന്ത്രോ? എന്തെന്ത്രോ? കുടിയൊഴിപ്പിക്കൽ യന്ത്രം. ഒരുത്തനെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വിടേണ്ടതായിട്ടുണ്ട്. അധികം ഒന്നും പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. ഓം ചാമുണ്ഡേശ്വരി നമഃ. അങ്കിൾ ആ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു? നമ്മൾ ഇനി എവിടെ കിടക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒറ്റ ഐഡിയ തോന്നുന്നുള്ളൂ. എന്ത് വഴിയാ? നമുക്ക് ഹാളിൽ കിടക്കാം. അപ്പൊ പ്രേത ഹാളിലോട്ട് വരത്തില്ലേ? അതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നമുക്ക് തൽക്കാലം പോയി ആ റൂമിൽ നിന്ന് പുതപ്പെടുത്താലോ? അത് വേണോ? വാ ഇങ്ങട്. ഈശ്വരാ. ധൈര്യമായിട്ട് നടന്നോ, ഞാൻ പുറകിലുണ്ടെന്ന്. ഈശ്വരാ. പറഞ്ഞത് ഇത് താൻ ബോണസ്. ബോണസ്. ഈശ്വരാ, ജീവനൊക്കെ ഉണ്ടോ? നാളെ ഇങ്ങനെ എനിക്കിട്ട് പണിയാന്നുണ്ടിരിക്കും. നിന്റെ അടുത്ത് ഞാൻ പിള്ളേരെ പീഡിപ്പിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ, പിള്ളേരെ ഞാൻ റൂമിൽ ഒരു വിധം പൂട്ടിയിട്ടുണ്ട്. താഴത്തെ റൂമില്. അങ്ങോട്ട്. ഈശ്വര, ജീവൻ ഉണ്ടായാൽ മതിയായിരുന്നു. ഭാഗ്യം ചത്തിട്ടില്ല. അവന്റെ ഒരു കാര്യം എന്തെങ്കിലും കടപ്പം വാങ്ങി വീണു. ഇതാരാടേ? ഇത് പവി. ആരായിരിക്കും? പവിയോ? നീ എന്തേ ബോധം കിട്ടി വീണതാ, കാര്യാക്കണ്ട. അയ്യോ, ഇട്ടായിരിക്കും. ഇവനെ കണ്ട പ്രശ്നമാവത്തില്ലേ? നീ എന്താ ഈ കോലത്തിലെന്താ? അവന്തിക്ക് ഒരു ആവശ്യം വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇക്കോലം കിട്ടി വന്നു. നിനക്ക് ഇവനെ കൊണ്ട് എന്താ ആവശ്യം? നിനക്ക് ഇവനെ കൊണ്ട് എന്താ ആവശ്യം? ആ പെൺപിള്ളേരെ ഒഴിവാക്കാൻ ഒരു വഴി വേണ്ടേ? അതിന് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചത്. അവൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ കോലമായി കാണുന്നേ. അതിങ്ങനെയാണോ ചെയ്യിപ്പിക്കണ്ടേ? ഇവൻ ഈ കോലം കെട്ടിച്ചത് ഭയങ്കര മോശമായി. എടാ, നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടടാ. ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു, അപ്പൊ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അപ്പൊ ഞാൻ വിഷം കെട്ടിക്കൊണ്ടു. നല്ല പാലമായിട്ടുണ്ട് എന്തായാലും. അല്ലെ ഇവരെ ഒരു വഴി പറഞ്ഞു അവൾ ഒഴിപ്പിക്കാനായിട്ട്. എനിക്ക് വഴിയൊന്നും കിട്ടണില്ല. ചൂടായതുകൊണ്ടല്ല മോളെ, അതെ ഞാൻ മറ്റേ പവിയിലെ ശല്യം ഒഴിക്കാൻ വേണ്ടിട്ട് മന്ത്രവാദി പറഞ്ഞനുസരിച്ച് ഒരു പൂജ ചെയ്തോണ്ട് വരായിരുന്നേ. എന്തിനു പൂജ? അത് പറയട്ടടി. അതിന്റെ ഇടയ്ക്ക് ഒരു ഗന്ധർവം വന്ന് പ്രത്യക്ഷപ്പെട്ട് എന്റെ പൂജ ഇല്ലാതാക്കി അലങ്കോലമാക്കി. എന്നിട്ട് എന്നിട്ടൊന്നു എന്റെ പൂജ പോയി പകുതി മേടിച്ച് നിർത്തി. പൂജയും കർമ്മങ്ങളൊക്കെ അത് എവളെ മനസ്സിൽ നിന്ന് അവനെ മാറ്റിട്ട് വേറൊരു കല്യാണം കഴിപ്പിക്കായി. എവനെ മാറ്റാൻ?